ഒമാനിൽ നിന്നും കരിപ്പൂർ വഴി പാൽപ്പൊടി പാക്കറ്റിലാണ് MDMA എത്തിച്ചത്. കൊച്ചിയിലേക്കും ഗോവയിലേക്കും കടത്താനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചെമ്മാട് സ്വദേശി അബൂ താഹിറിനെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഒരു 510 ഗ്രാമാണ് അതിനകത്തൊരു പ്രതി കൊണ്ടുവന്ന പ്രതി മുഹമ്മദ് ഷബീബ് അയാൾ കസ്റ്റഡിയിലാണ്. എന്നിരുന്നാലും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളത് മേജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളൊക്കെ പുറത്തുണ്ട്. പ്രാഥമികമായിട്ടുള്ളത് ഒരു വ്യക്തി ഒരു കാരിയറായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തായാലും അന്വേഷണത്തിൽ കൊടുക്കാൻ സാധിക്കും. അഷ്കർ അലി കരീമിയുണ്ട് വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ 2 നടിമാർക്ക് വേണ്ടിയാണ് MDMA കൊണ്ടുവന്നതാണ് പിടിയിലായ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ഈ നടിമാർക്ക് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എവിടെ വെച്ച് കൈമാറാനായിരുന്നു? ഇതിനിടയിൽ വീണ്ടും ഇടനിലക്കാരുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്മൃതി, ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതും ആ കാര്യം തന്നെയാണ്. പ്രതി കൃത്യമായ മൊഴി നൽകിയിരിക്കുന്നു. 2 നടിമാരുടെ പേരും പോലീസിന് മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പേരുകൾ ഇതുവരെ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരത്തിൽ നടിമാരുമായുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പക്ഷേ കൃത്യമായി പോലീസ് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതി ഇപ്പോൾ മൊഴി നൽകി എന്നുള്ള കാര്യം ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നടിമാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ 510 ഗ്രാം MDMA എത്തിച്ചതെന്നാണ് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന മലപ്പുറം കാളികാവ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷബീബിൻ്റെ മൊഴി. പോലീസ് പറയുന്ന ഈ കേസിൻ്റെ ചിത്രം ഇങ്ങനെയാണ്. 2 മാസം മുമ്പാണ് ഷബീബ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. ഷബീബ് ജോലി ചെയ്തിരുന്ന ഒമാനിലെ സുഹൃത്തുക്കൾ മുഖേനയാണ് ഈ 510 ഗ്രാം MDMA ഈ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അതിന് കരിയറായി ഉപയോഗിച്ചിരുന്നത് ചെമ്മാട് സ്വദേശിയായിട്ടുള്ള അബൂ താഹിർ എന്ന് പറയുന്ന 29 വയസ്സായ യുവാവിനാണ്. ഇയാൾ പാൽപ്പൊടിയുടെ പാക്കറ്റിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ MDMA നാട്ടിലേക്ക് എത്തിക്കുന്നത്. നാട്ടിലേക്ക് എത്തിച്ച MDMA മുഹമ്മദ് ഷബീബ് ഇന്നലെ രാവിലെ തന്നെ ഇയാളുടെ വീട്ടിലെത്തി ഏറ്റുവാങ്ങുന്നു. പിന്നീട് അതുമായി നേരെ പോകുന്നത് പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലുള്ള പ്രമുഖ ഹോട്ടലായിട്ടുള്ള കടവ് റിസോർട്ടിലേക്കാണ്. ഈ റിസോർട്ടിൻ്റെ പാർക്കിൽ വെച്ചാണ് ഈ 510 ഗ്രാം MDMA കൈമാറാമെന്ന് ഈ ഷബീബ് ഒപ്പമുണ്ടായിരുന്ന ജിതിൻ എന്ന് പറയുന്ന ഇതിൽ ഈ കേസുമായി ബന്ധമുള്ള ആളോട് പറയുന്നത്. അത്തരം 2 നടിമാർ എത്തി ഏറ്റുവാങ്ങും, ഈ 510 ഗ്രാം MDMA ഏറ്റുവാങ്ങുമെന്നാണ് ഷബീബിനെ വിവരം അറിയിച്ച ആൾ, അഥവാ ഈ ജിതിൻ എന്ന് പറയുന്ന ആൾ വിവരം നൽകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ നടിമാരെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS-നും അതുപോലെ തന്നെ കസ്റ്റംസിനും ഇത്തരത്തിലൊരു രഹസ്യ വിവരം ലഭിക്കുകയും അത് പോലീസിനെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പോലീസ് പരിശോധനയിൽ ഇയാൾ പിടിയിലാവുകയും ചെയ്യുന്നത്. ഡാൻസ് ഓഫ് സ്ക്വാഡും പാലക്കാട് പോലീസും സംയുക്തമായിട്ടാണ് ഇയാളെ പിടികൂടുന്നത്. ഒരു കറുത്ത സ്വിഫ്റ്റ് കാറിനകത്ത് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ 510 ഗ്രാം MDMA ഉണ്ടായിരുന്നത്. ഇത് പോലീസ് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ 2ാമത്തെ കസ്റ്റഡി ആയിക്കൊണ്ട് ഇപ്പോൾ അബൂ താഹിറിനെ കൂടി പോലീസ് ചെമ്മാട് തിരൂരങ്ങാടി വെച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഫോൺ വിവരങ്ങളടക്കം ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതേസമയം തന്നെ കൊണ്ടോട്ടി DYSPയുടെയും മലപ്പുറം SSPയുടെയും DYSPമാരുടെ നേതൃത്വത്തിൽ സംയുക്തമായി ഇയാളെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് IB നിന്നുള്ള സംഘവും ഇപ്പോൾ വാഴക്കാട് സ്റ്റേഷനിലെത്തി ഇയാളെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനും തന്നെ മൊഴിയെടുക്കൽ പൂർത്തിയാക്കി ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ ലഹരിക്കടത്ത് പുതുവത്സരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് എന്ന് ഇപ്പോൾ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിലേക്കും ഗോവയിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഈ ലഹരി എത്തിച്ചിരുന്നത്. അങ്ങനെ 510 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയിലധികം വില മതിക്കുന്ന MDMA ആണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. 1 ഗ്രാമിന് 3000-4000 രൂപ വരെ വില മതിക്കുന്നതാണ്. അത് വിദേശത്തു നിന്ന് എത്തിക്കുന്ന MDMA ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വില വിപണിയിലുണ്ട്. പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തിക്കുമ്പോൾ അതിൽ കൂടുതൽ വില ലക്ഷ്യമാക്കി അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷബീബ് ഈ 510 ഗ്രാം MDMA നാട്ടിലേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. സ്മൃതി, കൂടുതൽ പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഇവരിൽ നിന്ന് കൂടുതൽ ആളുകളുടെ പേരുകൾ കിട്ടിക്കഴിഞ്ഞെന്നാണോ? സ്മൃതി, ഒരു പേര് കൂടിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അഥവാ മുഹമ്മദ് ഷബീബിനോട് നടിമാർ വന്ന് ഇത് ഏറ്റുവാങ്ങുമെന്ന് പറയുകയും അവിടെ കടവ് റിസോർട്ടിൻ്റെ പാർക്കിംഗ് ലോഡിൽ പോയി കാത്തു നിൽക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്ത ജിതിൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ജിതിനെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ 2 നടിമാരുടെ പേര് കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റുവാങ്ങാൻ വരുമെന്ന് ജിതിൻ പറഞ്ഞ 2 പേരാണ് ആ 2 നടിമാർ. ആ നടിമാരുടെ പേര് ഇപ്പോൾ ഔദ്യോഗികമായി പോലീസ് പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ പോലും അത് നടിമാർക്ക് കേസുമുള്ള ബന്ധം സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ
പശ്ചാത്തലത്തിലാണ് നമ്മളും റിപ്പോർട്ട് ചെയ്യാത്തത്. ആ രണ്ട് നടിമാരുടെ പേര് കൂടി ഇപ്പോൾ ഈ പ്രതി ഷബീബ് പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഈ രണ്ട് നടിമാർക്ക് കേസുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, അവർ അന്നേ ദിവസം ആ ഹോട്ടലിൽ റൂം എടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ നടിമാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി പോലീസ് അന്വേഷിക്കും. എന്നാൽ ജിതിൻ ഈ നടിമാർ എത്തും എന്നുള്ള വിവരം ഷബീബിന് കൈമാറിയിട്ടുള്ള ജിതിനെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. രാവിലെയാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കരിയറായിട്ടുള്ള അബു താഹിറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ അബു താഹിറിനെ പോലീസ് ചമ്മാടി വെച്ച് തിരൂരങ്ങാടി വെച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ജിതിനെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. സ്മൃതി. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.